അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം തബറാനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അൽ അമാലു ഇൻദല്ലാഹി സബ്ഉൻ. അല്ലാഹുവിന്റെ അടുക്കൽ മനുഷ്യന്മാർ ചെയ്തതായ അമലുകൾ 7 തരത്തിലായിട്ട്. അതിൽ ഒന്നും വമൻ ലഖിയല്ലാഹ യഅബുദുഹു മുഖ്ലിസൻ ലാ യുശ്രികു ബിഹി ഷൈഅൻ വജബത് ലഹുൽ ജന്ന. ഒരാൾ അള്ളാഹുടെ ശരിക്കും ആരാധിച്ചിട്ട് ബഹുദേവാരാധന ആക്കാണ്ട് റബ്ബിടെ ശരിക്കും ഏകദേവ വിശ്വാസത്തിൽ ആരാധിച്ച് മരിച്ചിട്ടായെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കണം. ഒമൻ ലഖിയല്ലാഹ ഖദ് അശ്റക ബിഹി വജബത് ലഹുൽ നാർ. അതേ സന്ദർഭത്തിൽ ഇന്നൊരാൾ അയാൾ ബഹുദേവാരാധന ആക്കിയിട്ട് ജീവിച്ചിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നരകം അല്ലാഹു കൊടുക്കണം. അപ്പോൾ തൗഹീദിലായിട്ട് ജീവിച്ച് മരിച്ചെങ്കിൽ സ്വർഗവും, അതുപോലെ ബഹുദേവാരാധന ആക്കിയിട്ട് ജീവിച്ച് മരിച്ചെങ്കിൽ അയാൾക്ക് നരകം. ഒമൻ അമില സയ്യത്തൻ ജുസിയ ബിഹ. ഒരാൾ ഒരു തപ്പു ചെയ്തിട്ടായെങ്കിൽ അതൊക്കെ ഒരു ശിക്ഷ അല്ലാഹു കൊടുക്കണം. ഒമൻ അറാദ അൻ യഅമല ഹസനത്തൻ ഫലം യഅമൽഹ ജുസിയ മിസ്ലഹ. ഒരാൾ ഒരു നല്ലതാക്കുക ഉദ്ദേശിച്ചത്, ഒരു നല്ല കാര്യം, ഒരു നല്ല അമൽ ചെയ്യുക ഉദ്ദേശിച്ചത്, പക്ഷെ അത് അയാൾ ചെയ്യുന്നില്ല, എന്തോ ഒരു കാരണം കൊണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തിന് അള്ളാഹു പരിഗണിച്ചിട്ട് ഒരു കൂലി അയാൾ കൊടുക്കണം. ഒമൻ അമില ഹസനത്തൻ ജുസിയ അഷ്റൻ. ഇന്ന് ഒരാൾ ഒരു നല്ല കാര്യം ആക്കുക ഉദ്ദേശിച്ചിട്ട് ആ കാര്യം അയാൾ ചെയ്തിട്ടായെങ്കിൽ അയാൾക്ക് 10 ഇരട്ടി കൂലിയായിരിക്കും അള്ളാഹു കൊടുക്കണേ. അപ്പോൾ നോക്കറു അള്ളാഹുടെ കാരുണ്യം നോക്കറു. ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് ഒരേ ശിക്ഷയായിട്ട് കിട്ടും. ഒരാൾ നല്ലത് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് അള്ളാഹു കൊടുക്കണേ 10 ഇരട്ടി കൂലിയായിട്ട് കിട്ടും. തെറ്റ് ചെയ്യുന്നെങ്കിൽ 10 ഇരട്ടി ശിക്ഷയില്ല. ഒരാൾ നല്ലതാക്കോ കരുതിയെങ്കിൽ അയാൾക്ക് ഒരു കൂലി കിട്ടിയിട്ടായിട്ട്. പിന്നൊരാൾ ബെടക്കാക്കോ കരുതിത്ത് എന്നിട്ടത് അയാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരു കൂലിയുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ഞങ്ങളെ സ്വർഗത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്ന എല്ലാ ബായിലും അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തന്നിട. അത് അള്ളാഹുടെ കരുണയായിട്ടിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഒമൻ അൻഫഖ മാലഹു ഫീ സബീലില്ലാഹ് ളുഫത് ലഹു നഫഖത്തുഹു. ഒരാൾ അള്ളാഹുടെ ഭാഗത്ത് അള്ളാഹുക്കായിട്ട് എന്തെങ്കിലും ഒരു ദിർഹം, ഒരു റുപ്പ ഒരാൾ ചിലവാക്കിയിട്ടായെങ്കിൽ അയാൾക്ക് അത് ഇരട്ടിയായിട്ട് അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കണം. ദിർഹം ബി സബഇമിയ. ഒരു ദിർഹം ചിലവാക്കിയെങ്കിൽ അഥവാ ഒരു റുപ്പ ചിലവാക്കിയെങ്കിൽ അത് 700 തോൽ, 700 തോൽ കൂലി ഇരട്ടി അള്ളാഹു അതിനാക്കി തീർക്കണം. അപ്പോൾ ഒന്ന് ചിലവാക്കിയിട്ടായെങ്കിൽ അതൊക്കെ 10, 700 അയാളുടെ ആ ചിലവാക്കിയത് ആവറും ആ നിയത്തനുസരിച്ചിട്ട് അള്ളാഹു അതൊക്കെ ഇരട്ടി കൂലി കൊടുക്കണം. ഇത്രയെല്ലാം ചെന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു സിയാമു ലില്ലാഹ് ലാ യഅലമു സവാബ ആമിലിഹി ഇല്ലല്ലാഹ്. നോമ്പ് ചെല്ലത് അത് അള്ളാഹു ഉള്ളതായിട്ടിരിക്കും. അതിലെ സവാബ് എത്ര അള്ളാഹു അല്ലാണ്ട് വേറെ ആരും കൊത്തില്ല. അപ്പോൾ ഓരോ അമൽക്ക് ഇത്ര കൂലിയിട്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നു. എങ്കിൽ നോമ്പ് ഇത്ര കൂലിയിട്ട് ആരും കൊത്തില്ല, അത് അള്ളാഹു അല്ലാണ്ട് ആരും കൊത്തില്ല. അപ്പോൾ അത്രത്തോളം പ്രതിഫലം നിറഞ്ഞതായ ഒരു സവാബ് നിറഞ്ഞതായ ഒരു അമലായിട്ട് നോമ്പ് ചെല്ലത്. അത്ര കൂലി അത് കൊണ്ടുപോകും. ഇന്നൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. നിശ്ചയം സ്വർഗത്തിൽ ഒരു ബായലുണ്ട്, അതുക്ക് റയ്യാൻ ഉണ്ട് പേര്, റയ്യാൻ. യദ്ഖുലു ഫീഹി സ്വായിമൂന യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹു. ആ റയ്യാൻ ചെല്ലെ ബായലിൽ കേവലം നോമ്പുകാർക്ക് മാത്രമായിരിക്കും പ്രവേശിക്കോ അനുമതിയുള്ളത്. ഫൈദാ ദഖലു ഉഗ്ലിക ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ.
ആ ബായിൽ കടക്കുമ്പോൾ പല ആൾമാരും പ്രയത്നാക്കണാറ്. ചിലപ്പോൾ അത്ര ആകർഷണീയമായ ബായിലായിരിക്കും. പക്ഷേ ആരെങ്കിലും അതിൽ പ്രവേശിക്കുമോ പ്രയത്നാക്കിയെങ്കിൽ അപ്പമേ ആ ബായിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടക്കപ്പെടരുത്. കേവലം നോമ്പുകാർ എല്ലാവരും നോമ്പിരിക്കുക. പക്ഷേ നോമ്പിടെ അച്ചുകട്ടായിട്ട് അതിൻ്റെ ഫർളും ഷർത്തും എല്ലാ നിലക്കും അതിനെ കാത്തു സൂക്ഷിച്ചിട്ട് നോമ്പ് പിടിക്കും പോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കുന്ന ആൾമാർക്കായിരിക്കരുത് ആ സ്വർഗത്തെ റയ്യാന് ചെല്ല് ബായിൽ കൂടെ കടക്കമുള്ളതായ അവകാശം കിട്ടുകയുണ്ട്. അപ്പോൾ അത്രയും നോമ്പ് അല്ലാഹു ബഹുമാനം കൽപ്പിച്ചിര. ഇൻഷാ അല്ലാഹ് ഞങ്ങളിലേക്ക് നോമ്പ് വരുമ്പോൾ ആ നോമ്പിടെ എല്ലാ ബഹുമാനവും ഞങ്ങൾ കണ്ടുകൊണ്ടിട്ടു അതിൽ നോമ്പിടെ ഞങ്ങൾ അനുഷ്ഠിക്കണം. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ.